ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട്, അതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വേദിയിൽ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിക്ക് മൈക്ക് എടുക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും. അങ്ങേയറ്റം ആദരവോടുകൂടി തന്നെ പ്രധാനമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാമല്ലോ. ഈ വേദി ഇതിന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാമായിരുന്നല്ലോ. പ്രസംഗകരെയും സാധാരണ പ്രൈം മിനിസ്റ്റർ പരിപാടിക്ക് പോകുമ്പം അതിന് പ്രോട്ടോക്കോൾ ഉണ്ട്, അതൊക്കെ നമുക്കും അറിയാം. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് PMO ആണ് ഇതൊക്കെ ഫൈനലായിട്ട് ക്ലിയർ ചെയ്യുന്നത്. ആരാണ് ഇരിക്കേണ്ടതൊക്കെ തീരുമാനിക്കുന്നത് ക്ലിയർ ചെയ്യുക. സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുക. പക്ഷേ PMOൻ്റെ ക്ലിയറാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിഭാഷ PMO ക്ലിയർ ചെയ്തതല്ലേ? PMO ക്ലിയർ ചെയ്യാതെ ഒരാൾക്കും പരിഭാഷ നടത്താൻ പറ്റില്ല. PMO ക്ലിയർ ചെയ്യാതെ പ്രൈം മിനിസ്റ്റർ പോലുള്ള പ്രസംഗം നടത്താനേ പറ്റില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ലാപ്സാണ് PMOൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. PMO ക്ലിയർ ചെയ്യാതെയാണ് ആ തർജ്ജമ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വലിയ ലാപ്സാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തുണ്ടായത്. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു മുന്നോട്ട് പറയാനുള്ള ഒരു സാഹചര്യം എന്തായിരിക്കും? പുള്ളിക്ക് സ്വന്തം സുഹൃത്തിനെ അങ്ങ് കാണുമ്പം മതിമറക്കും. ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ കാണുമ്പോൾ മതിമറന്നു പോകും നമ്മുടെ പ്രധാനമന്ത്രി. അതാണ് സംഭവിച്ചു പോയത്, വേറൊന്നുമല്ല. അപ്പോൾ അദാനിയുടെയും മോഡിയുടെയും ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചങ്ങാത്തങ്ങളെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് വിമർശിക്കാതിരിക്കലും പറ്റില്ല. കാരണം ഏറ്റവും ഉത്തമ സുഹൃത്ത് അടുത്തിരിക്കുകയല്ലേ.